ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാഗ് കോമ്പൻസേറ്ററിനെ കുറിച്ചിട്ടാണ്. ലാഗ് കോമ്പൻസേറ്റർ എന്താണ്, റിയലൈസേഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലാഗ് കോമ്പൻസേറ്റർ, പിന്നെ ലാഗ് കോമ്പൻസേറ്റർ വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്. സോ ലാഗ് കോമ്പൻസേറ്റർ വെച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഈ 4 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. വാട്ട് ഇസ് ലാഗ് കോമ്പൻസേറ്റർ, റിയലൈസേഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ എഴുതാൻ വേണ്ടിയിട്ട്, ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒരു 5 മാർക്കിനേ വരാറുള്ളൂ. പിന്നെ പ്രൊസീജിയർ എഴുതാൻ, സ്റ്റെപ്സ് എഴുതാൻ ഒരു 10 മാർക്കിന് വരാറുണ്ട്. അതുപോലെ പ്രോബ്ലം ഒരു 10-15 മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ലാഗ് കോമ്പൻസേറ്റർ എന്താന്ന് പറയാം. ലാഗ് കോമ്പൻസേറ്റർ എന്ന് വെച്ചാൽ നമ്മളൊരു സൈനസോയ്ഡൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഫേസ് ലാഗ് ഉള്ള സൈനസോയ്ഡൽ ഔട്ട്പുട്ട് തരുന്ന ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിനെയാണ് ലാഗ് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് which produces sinusoidal output having phase lag when sinusoidal input is given. So ഇതാണ് ലാഗ് കോമ്പൻസേറ്ററിന്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് വിച്ച് പ്രൊഡ്യൂസസ് സൈനുസോയ്ഡൽ ഔട്ട്പുട്ട് ഹാവിംഗ് ഫേസ് ലാഗ് വെൻ സൈനുസോയ്ഡൽ ഇൻപുട്ട് ഈസ് ഗിവൻ. സോ ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് എടുക്കാം, റിയലൈസേഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. അത് ചിലപ്പോൾ ഒരു 10 മാർക്കിന് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. റിയലൈസേഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. റിയലൈസേഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു RC നെറ്റ്വർക്കുള്ള ഒരു സർക്യൂട്ട് വരയ്ക്കാം. ഇവിടെ ഒരു റെസിസ്റ്റർ, ഇതിനോട് സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് EI of S, ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് EO of S. ഇങ്ങനെ എഴുതി. ഇനി റെസിസ്റ്ററിൻ്റെ പേര് R1, R2, അതുപോലെ കപ്പാസിറ്റർ 1/SC. ഇവിടെ എല്ലാം നമ്മൾ ലാപ്ലേസ് ഫോമിലാണ് എടുത്തിരിക്കുന്നത്. സോ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യണം. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് EO of S ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് EI of S ഇൻറ്റു ഈ ബ്രാഞ്ചിലുള്ള ടോട്ടൽ റിയാക്റ്റൻസ് ഇൻറ്റു R2 പ്ലസ് 1/SC ഡിവൈഡ് ബൈ ടോട്ടൽ റിയാക്റ്റൻസ്, അതായത് R1 പ്ലസ് R2 പ്ലസ് 1/SC എന്ന് കിട്ടും. സോ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമുക്കതൊരു ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോമില കിട്ടേണ്ടത്, അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഫോമിലാണ് കിട്ടേണ്ടത്. സോ നമ്മൾ ഈ EI of S ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ വി ഗെറ്റ് EO of S ഈക്വൽ ടു EO of S ബൈ EI of S ഈക്വൽ ടു R2 പ്ലസ് 1/SC ഡിവൈഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് 1/SC. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും LC എടുക്കാം. സോ R2SC പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ SC എന്ന് ന്യൂമറേറ്റർ ആവും. ഡിനോമിനേറ്ററിൽ R1SC പ്ലസ് R2SC പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ SC എന്ന് കിട്ടും. ഈ SCയും നമ്മൾ ക്യാൻസൽ ചെയ്തു. സോ ബാക്കി EO of S ബൈ EI of S ഈക്വൽ ടു R2SC പ്ലസ് 1 ഡിവൈഡ് ബൈ R1SC പ്ലസ് R2SC പ്ലസ് 1 കിട്ടും. ഇനി ന്യൂമറേറ്ററിൽ നമുക്ക് R2Cനെ പുറത്തെടുക്കണം, കാരണം നമുക്ക് കിട്ടേണ്ടത് S പ്ലസ് സംതിങ്, ആ ഒരു ഫോമിലാണ് കിട്ടേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് R2Cനെ പുറത്തെടുക്കാം. R2Cനെ പുറത്തെടുത്താൽ S പ്ലസ് 1 ബൈ R2C എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ നമുക്ക് എസ്സിനെ പുറത്തെടുക്കാം. ഈ 2 ടേമിലും S കോമൺ ആണ്. സോ എസ്സിനെ പുറത്തെടുത്താൽ R1C പ്ലസ് R2C പ്ലസ് 1 കിട്ടും. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഡിനോമിനേറ്ററിൽ R1C പ്ലസ് R2Cനെ ഈ ടേമിൽ നിന്നും പുറത്തെടുക്കുന്നു.
സോ അപ്പോൾ നമുക്ക് എന്താ കിട്ടുക R1C പ്ലസ് R2C ഇൻറ്റു എസ് പ്ലസ് 1/R1C പ്ലസ് R2C എന്ന് കിട്ടും. അതാണ് ഞാൻ അടുത്ത് എഴുതാൻ പോകുന്നത്. സോ R2C ഇൻറ്റു എസ് പ്ലസ് 1/R2C ഡിവൈഡ് ബൈ R1C പ്ലസ് R2C ഇൻറ്റു എസ് പ്ലസ് 1/R1C പ്ലസ് R2C. ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ ടേമിൽ സി കോമൺ ആണ്. സോ ഈ ടേമിൽ നിന്ന് നമുക്ക് സീനെ പുറത്തെടുക്കാം. അതുപോലെ തന്നെ ഈ ടേമിൽ R1C പ്ലസ് R2C സീനെ കോമൺ ആണ്. ഇവിടെ നിന്ന് നമുക്ക് സീനെ പുറത്തേക്ക് എടുക്കാം. സോ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതാണ്. R2C ഇൻറ്റു എസ് പ്ലസ് 1/R2C ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതി ഡിവൈഡ് ബൈ താഴെ നമ്മൾ സീനെ പുറത്തെടുത്താൽ R1 പ്ലസ് R2 ഇൻറ്റു സി എന്നാവും. അടുത്ത ടൈം എസ് പ്ലസ് 1/R1 പ്ലസ് R2 സീനെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഈ സീനെയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് R2 കൊണ്ട് ഈ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈയും ചെയ്യാണ് ഡിവൈഡും ചെയ്യാൻ പോകണം. സോ വിൽ ഗെറ്റ് R2 ഇൻറ്റു എസ് പ്ലസ് 1/R2C ഡിവൈഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് 1/R1 പ്ലസ് R2 ഇൻറ്റു സി R2/R2 എന്ന് കിട്ടും. അതായത് R2നെ കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്തു ഡിവൈഡും ചെയ്തു. സോ ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറേറ്ററിലുള്ള R2നെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാമല്ലോ. സോ എന്ത് വരും? അതുപോലെ തന്നെ ഇവിടെയും ന്യൂമറേറ്ററിൽ ഈ R2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ എസ് പ്ലസ് 1/R2C ഈ ന്യൂമറേറ്ററിൽ R2 താഴേക്ക് വരുമ്പോൾ R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R2 എന്നാവും. അതുപോലെ തന്നെ ഇവിടെ എസ് പ്ലസ് 1/R1 പ്ലസ് R2 ഇൻറ്റു സി ഈ R2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ഡിവൈഡ് ബൈ R2 എന്നാവും ഇൻറ്റു R2C. അതിവിടേക്ക് എഴുതി. ഇനി ഈ ക്വസ്റ്റന് ഞാൻ ക്വസ്റ്റൻ 1 എഴുതി. ബട്ട് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് TF എന്ന് എഴുതിയിരിക്കുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ ഈക്വൽ ടു എസ് പ്ലസ് 1/t ഡിവൈഡ് ബൈ എസ് പ്ലസ് 1/βt എന്നാണ്. സോ നമ്മൾ ഇക്വേഷൻ 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യണം. സോ ന്യൂമറേറ്ററിൽ നോക്കിയാൽ എസ് പ്ലസ് 1/t നോക്കുമ്പോൾ ടിക്ക് ഇവിടെ R2C എന്ന് കിട്ടി. അതുപോലെ ഡിനോമിനേറ്ററിൽ നോക്കൂ എസ് പ്ലസ് 1/βt. സോ βtനെ R1 പ്ലസ് R2/R2 എന്ന് കിട്ടും. സോ നമുക്ക് ഈ 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇ ഓഫ് എസ് ബൈ ഇ ഐ ഓഫ് എസ് ഈക്വൽ ടു എസ് 1/β. അതായത് ഇവിടെ ഒരു ബീറ്റയുടെ ടേം ഇതിൽ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. സോ 1/β ഇൻറ്റു എസ് പ്ലസ് 1/t ഡിവൈഡ് ബൈ എസ് പ്ലസ് 1/βt എന്ന് കിട്ടും. ഓക്കെ, വേർ ബീറ്റ ഈക്വൽ ടു R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R2 ആൻഡ് T ഈസ് ഈക്വൽ ടു R2C. സോ ഇത്രയേ ഉള്ളൂ റിയലൈസേഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലാഗ് കോമ്പൻസേറ്റർ ആണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ജനറൽ ഫോം ഓഫ് ലാഗ് കോമ്പൻസേറ്റർ ഒന്ന് എഴുതാം. കൺസിഡർ ജനറൽ ഫോം ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. ഓക്കെ, GC of S equal to S plus 1/t divided by S plus 1/βt. ഓക്കെ, നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എൽസ് എടുത്താൽ ST plus 1 whole divided by T divided by S beta T plus 1 whole divided by beta T എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ ടിയും ഈ ടിയും ക്യാൻസലായി ഈ ബീറ്റനെ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് GC of S equal to beta into ST plus 1 divided by S beta T plus 1. നമ്മൾ യൂഷ്വലി ST plus 1 ഫോമിലല്ല എഴുതുക, 1 plus ST ആ ഫോമിൽ എഴുതുക. അപ്പോൾ നമ്മളിതിനെ അങ്ങനെ തിരിച്ചെഴുതുക, ബീറ്റ ഇൻറ്റു 1 plus ST ഡിവൈഡഡ് ബൈ 1 plus S beta T ഇങ്ങനെ എഴുതി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇനി അടുത്തത് നമ്മൾ ഈ എസിനെയൊക്കെ J omega എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് S ഈക്വൽ ടു J omega. അപ്പോൾ ഇക്വേഷൻ 1 വിൽ ബി എന്തായിരിക്കും? GC ഓഫ് J omega ഈക്വൽ ടു ബീറ്റ ഇൻറ്റു 1 plus J omega T divided by 1 plus J omega beta T എന്നാവും കിട്ടാം.
ഓക്കെ, ഇനി അടുത്തത് ലെറ്റസ് അസ്യൂം ഈ ബീറ്റേനെ നമ്മളൊരു സ്യൂട്ടബിൾ അറ്റ്യൂനേഷൻ വർക്ക് കൊടുത്തിട്ട് നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ബീറ്റ ഈസ് എലിമിനേറ്റഡ് by a suitable attenuation work. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി ബീറ്റ പോയ ബാക്കി ഇതിലെന്താ ഉണ്ടാവുക? ജി സി ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു 1 പ്ലസ് ജെ ഒമേഗ ടി ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ ബീറ്റ ടി. ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും നോക്കിക്കേ. ഇതൊരു റിയൽ പാർട്ടാണ്, ഇതൊരു ഇമാജിനറി പാർട്ടാണ്. ജെയുടെ കൂടെയുള്ള ഇമാജിനറി പാർട്ടാണ്. നമുക്ക് ഈ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനെയും വെച്ചിട്ട് നമുക്ക് ഫേസ് പ്ലോട്ടും മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടൊക്കെ വരയ്ക്കണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഫേസ് പ്ലോട്ടും മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ മോഡുലസും ആംഗിളൊക്കെ കാണണ്ടേ. ഇപ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസും അതുപോലെ തന്നെ ആംഗിളും കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ ന്യൂമറേറ്റർ തന്നെ നോക്കിക്കോ, എ പ്ലസ് ജെ ബി ഫോമിലല്ലേ. അതിന് നമുക്ക് മോഡുലസ് കാണാൻ വേണ്ടി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ആംഗിൾ കാണാൻ വേണ്ടി ആംഗിൾ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ എന്നുള്ള ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റി എഴുതാം. അപ്പം എന്ത് കിട്ടും? കാണില്ല, റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ ടി ഹോൾ സ്ക്വയർ ആംഗിൾ ടാൻ ഇൻവേഴ്സ് ഒമേഗ ടി എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ ബീറ്റ ടി ഹോൾ സ്ക്വയർ ആംഗിൾ ടാൻ ഇൻവേഴ്സ് ഒമേഗ ബീറ്റ ടി ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ 2 എന്ന് എഴുതണം. ഇക്വേഷൻ 2 നോക്കിയാൽ അറിയാം, നമ്മുടെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് 2 കോർണർ ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, ജെ ഒമേഗയുടെ കൂടെ ഉള്ള കേട്ടോ കോർണർ ഫ്രീക്വൻസീസ്. അപ്പോൾ ഒന്നാമത്തെ കോർണർ ഫ്രീക്വൻസി ഒമേഗ C1 ഈസ് ഈക്വൽ ടു 1/t, രണ്ടാമത്തെ കോർണർ ഫ്രീക്വൻസി 1/βt. എന്തായാലും നമുക്കറിയാം ബീറ്റ ടി ഈസ് ഗ്രേറ്റർ ദാൻ ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗ C1 ഈസ് ലെസ് ദാൻ ഒമേഗ C2 എന്നറിയാം. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുന്തോറും നമ്മുടെ ആക്ച്വൽ വാല്യൂ എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. അത് കാരണം ഒമേഗ C1 ഈസ് ലെസ് ദാൻ ഒമേഗ C2 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഞാനൊരു 3 കണ്ടീഷൻ പറയാം. ഒന്ന് 0 മുതൽ ഒമേഗ C1 വരെയുള്ള ഫ്രീക്വൻസി, അതുപോലെ ഒമേഗ C1 തൊട്ട് ഒമേഗ C2 വരെയുള്ള ഫ്രീക്വൻസി വെച്ചിട്ടും ഒന്ന് ഒമേഗ C2 മുതൽ ഹയർ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള 3 കണ്ടീഷൻസ് പറയാണ് നമ്മുടെ ഗെയിനിൻ്റെ. ഗെയിൻ എയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഗെയിൻ എ ഇസ് ഈക്വൽ ടു 20 ലോഗ് മോഡുലസ് ഓഫ് ജി സി ഓഫ് ജെ ഒമേഗയാണ്. ഓക്കെ, ഫസ്റ്റത്തെ കണ്ടീഷൻ 1 at very low frequency അതായത് 0 to ഒമേഗ C1 അല്ലെ അപ് ടു ഒമേഗ C1 എന്ന് എഴുതിയാലും മതി. അതിൽ ഒമേഗ ടി വെരി മച്ച് ലെസ് ദാൻ 1 ആയിരിക്കും. അതുപോലെ തന്നെ ഒമേഗ ബീറ്റ ടിയും വെരി മച്ച് ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് നമ്മുടെ മോഡുലസ് ഓഫ് ജി സി ഓഫ് ജെ ഒമേഗ പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ ടി സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ ബീറ്റ ടി സ്ക്വയർ ആണ്. അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ ഈക്വൽ ടു 20 ലോഗ് ഈ 2 ടൈമും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ ടി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ഒമേഗ ബീറ്റ ടി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഈ കേസിലാണെന്ന് വെച്ചാൽ ഒമേഗ ടി വെരി മച്ച് ലെസ് ദാൻ 1 ആണ്, ഒമേഗ ബീറ്റ ടി വെരി മച്ച് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനും 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്കിതിനെ 20 ലോഗ് 1 എഴുതാം അല്ലേ. ലോഗ് 1 എന്താ? 0 ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഗെയിൻ വെച്ചാൽ 0 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അതായത് ഒമേഗ C1 തൊട്ടിട്ട് ഒമേഗ C2 വരെയുള്ള ഫ്രീക്വൻസിയിൽ എന്താ നടക്കണേന്ന് നോക്കാം. ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം ഒമേഗ C1 ടു ഒമേഗ C2. അപ്പോൾ എ ഈക്വൽ ടു 20 ലോഗ് അതിൽ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. ഒമേഗ ടി എന്തായിരിക്കും? വെരി മച്ച് ലെസ് ദാൻ 1 ആണ്. ഒമേഗ ബീറ്റ ടി വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുക 20 ലോഗ് 1 ബൈ റൂട്ട് ഓഫ് ഒമേഗ ബീറ്റ ടി ഹോൾ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 20 ലോഗ് 1 ബൈ ഒമേഗ ബീറ്റ ടി എന്നായിരിക്കും കിട്ടുക.
ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി. ഓക്കെ, അറ്റ് വെരി ഹൈ ഫ്രീക്വൻസിയിൽ ഒമേഗ ടിയും വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഒമേഗ ബീറ്റ ടിയും വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ എ ഈക്വൽ ടു എന്തായിരിക്കും? 20 log root of omega t square divided by root of omega beta t whole square. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവുക? 20 log 1/β എന്നാവും കിട്ടുക. സോ ഇത്രയും നമ്മൾ ചെയ്തത് ഫേസ് പ്ലോട്ട്, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫേസ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കാം. ഫേസ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ലെറ്റ് phi is equal to angle of GC of j omega. ആംഗിൾ ഓഫ് GC of j omega എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ആംഗിൾ tan inverse omega t ഡിവൈഡ് ബൈ ആംഗിൾ tan inverse omega beta t ഉണ്ടല്ലോ, ഇതിനെ രണ്ടിനെയും ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണ് വേണ്ടത്. ആംഗിൾ ഓഫ് ടോട്ടൽ GC of j omega പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? phi is equal to tan inverse omega t ഈ ഡിവൈഡ് ബൈ tan inverse omega beta t നെ മുകളിലേക്ക് വരുമ്പോൾ മൈനസ് tan inverse omega beta t എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ phi is equal to tan inverse omega t മൈനസ് tan inverse omega beta t. ഓക്കെ, phi is equal to tan inverse omega t minus tan inverse omega beta t എന്ന് കിട്ടും. ഓക്കെ, as omega turns to 0 then phi also 0 ആയിരിക്കും. അതുപോലെ തന്നെ as omega turns to infinity ആണെങ്കിലും phi 0 ആയിരിക്കും. ഇനി ഞാൻ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും അതുപോലെ തന്നെ ഫേസ് പ്ലോട്ടും ഉള്ള ബോർഡർ പ്ലോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ബോർഡർ പ്ലോട്ട്. ഓക്കെ, ഇതിൽ എക്സ് ആക്സിസിൽ ഒമേഗയാണ്, ലോഗ് ഒമേഗ ആണ് കൊടുത്തിട്ടുള്ളത്. വൈ ആക്സിസിൽ ഒരു സൈഡിൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാനുള്ള മോഡുലസ് ഓഫ് GC of j ഒമേഗയാണ്, ഒരു സൈഡിൽ ഫേസ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ ഓഫ് GC of j ഒമേഗയാണ് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ നോക്കിയാൽ കാണാം 0 മുതൽ ഒമേഗ C1 വരെ ഗെയിൻ ഒന്നുമില്ല, ഗെയിൻ 0 ആണ്. അതുപോലെ ഒമേഗ C1 തൊട്ടിട്ട് ഒമേഗ C2 വരെ ഗെയിൻ മൈനസ് 20 dB, ഒമേഗ C2 തൊട്ടിട്ട് ഗെയിന് 20 log 1/β ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഫേസ് പ്ലോട്ട് നോക്കാം. നോക്കൂ, ഒമേഗ 0യിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ കുറഞ്ഞിട്ടാണ് വരുന്നത്, അതിൻ്റെ ഫേസ് ആംഗിൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സെർട്ടൻ ഫ്രീക്വൻസി ഒമേഗ എമ്മിലെത്തുമ്പോൾ ഒമേഗ എമ്മിലെത്തിയതിന് ശേഷം നമ്മുടെ ഫേസ് ആംഗിൾ അതിനുശേഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ബോർഡർ പ്ലോട്ട് ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. ഇനി ഈ വാല്യൂ ഒമേഗ എം എന്ന് പറയുന്നത് ഒമേഗ എം ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ C1 ആൻഡ് ഒമേഗ C2. അപ്പോൾ റൂട്ട് ഓഫ് 1/βt ഇൻറ്റു 1/t ഇസ് ഈക്വൽ ടു 1/t റൂട്ട് ബീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. ഇനി നമ്മൾ ലാഗ് കോമ്പൻസേറ്റർ വെച്ചുള്ള ഒരു പ്രോബ്ലമാണ് നോക്കണേ. നമുക്ക് ലാഗ് കോമ്പൻസേറ്റർ വെച്ചുള്ള ഒന്നിലെ പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറാവും ചോദിക്കാം. സോ പ്രൊസീജിയറും ഞാൻ ഇതിൻ്റെ കൂടെ ഈ റെഡിങ് ആയിട്ട് എഴുതിയിട്ടുള്ളത് അതിൻ്റെ പ്രൊസീജിയറാണ്, സ്റ്റെപ്സാണ്. അപ്പോൾ ഞാൻ പ്രോബ്ലത്തിൻ്റെ കൂടെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോബ്ലത്തിലേക്ക് നോക്കാം. First question, a unity feedback system has an open loop transfer function g of s equal to k by s into 1 plus 2s. Design a suitable lag compensator so that phase margin is 40 degree and the steady state error for ramp input is less than or equal to 0.2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. ജി ഓഫ് എസ് ഈസ് ഈക്വൽ ടു കെ ബൈ എസ് ഇൻറ്റു 1 plus 2s. രണ്ടാമത് തന്നിരിക്കുന്നത് ഫേസ് മാർജിൻ 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത് തന്നിരിക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ റാമ്പ് ഇൻപുട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. ഓക്കെ, നമ്മുടെ ലാഗ് കോമ്പൻസേറ്ററിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം തരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കാൽക്കുലേഷൻ ഓഫ് ഗെയിൻ കെ. ഗെയിൻ കെ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സിമ്പിളാണ്. പ്രൊസീജിയറിൽ എഴുതുമ്പോൾ നമ്മൾ ചൂസ് ദ വാല്യൂ ഓഫ് കെ ഇൻ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം ടു മീറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ റിക്വയർമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇവിടെ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ റാമ്പ് ഇൻപുട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. അതായത് സ്റ്റഡി സ്റ്റേറ്റ് എററിനെ നമ്മൾ ESS എന്നാണ് എഴുതുന്നത്. ESS ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.2. ലെറ്റ് ESS ഈക്വൽ ടു 0.2 എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ റാമ്പ് ഇൻപുട്ടിന്
ESS ഈക്വൽ ടു 1/kV എന്നാണ് ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ KV ഈസ് ഈക്വൽ നമുക്ക് ESS എത്ര 0.2 തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു 1/kV, വേർ KV ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 1/0.2 ആയിരിക്കും. ഇത് ഇങ്ങോട്ട് വരും. സോ നമുക്കതിന് 5 എന്ന് കിട്ടും. അപ്പോൾ KV ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇനി KVയുടെ ഇക്വേഷൻ നോക്കാം. we know KV is equal to limit s tends to 0 s into g of s h of s. h of s equal to 1 ആണ്, കാരണം യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിലൊക്കെ h of s equal to 1 ആണ്. സോ KVയുടെ അവിടെ നമ്മൾ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5 equal to limit s tends to 0 s into g of s എന്ന് കിട്ടി. ഓക്കെ, g of s എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്? k by s into 1 plus 2s. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 5 equal to limit s tends to 0 s into g of s, k by s into 1 plus 2s. ഈ എസ്സും ഈ എസ്സും ക്യാൻസൽ ആവും. സോ നമ്മൾ എസ്സിന് 0 കൊടുത്താൽ ബാക്കി എന്തുണ്ടാവുക? k by 1 കിട്ടും. 5 is equal to k by 1, അതായത് k equal to 5 എന്ന് കിട്ടി. ഇപ്പോൾ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എററിൽ നിന്നും കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് സ്കെച്ച് ദ ബോർഡർ പ്ലോട്ട് ഓഫ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം. അതായത് ബോർഡർ പ്ലോട്ട് വരയ്ക്കാനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ബോർഡർ പ്ലോട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കണം, രണ്ടാമത് ഫേസ് പ്ലോട്ട് വരയ്ക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് 2ൽ നമ്മൾ ആദ്യം ജി ഓഫ് എസ് എഴുതണം. ജി ഓഫ് എസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ കെയുടെ വാല്യൂ 5 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? കെയുടെ വാല്യൂ 5 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ള ജി ഓഫ് എസിന് പകരം ഈ ജി ഓഫ് എസിൽ കെക്ക് പകരം 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 5/s into 1 plus 2s എന്ന് കിട്ടും. ഓക്കെ, 5/s into 1 plus 2s എന്ന് നമ്മളിവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പുട്ട് s is equal to j omega. therefore നമുക്ക് എന്ത് കിട്ടും? g of j omega equal to 5/j omega into 1 plus 2j omega എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും വരയ്ക്കാൻ പോണേ. ഫസ്റ്റ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാനുള്ളത് നോക്കാം. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ടേബിൾ വരയ്ക്കണം. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്ക് ടേം, രണ്ടാമത്തെ ബ്ലോക്ക് കോർണർ ഫ്രീക്വൻസി, മൂന്നാമത്തെ ടേം സ്ലോപ്പ്, നാലാമത്തെ ബ്ലോക്ക് ചേഞ്ച് ഇൻ സ്ലോപ്പ്. ഓക്കെ, ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കിയിട്ട് ഫസ്റ്റ് ടേം എന്താ പറയുക? 5/j omega, അങ്ങനെ വേണം എഴുതാൻ. 5/j omega. സെക്കൻഡ് ടേം 1/1 plus 2j omega. ഓക്കെ, ഫസ്റ്റ് ടേം ഇതാണ് 5/j omega. സെക്കൻഡ് ടേം 1/1 plus 2j omega എന്ന് എഴുതി. ഓക്കെ, ഫസ്റ്റ് ടേമിന് കോർണർ ഫ്രീക്വൻസി ഇല്ല. ഓക്കെ, സെക്കൻഡ് ടേമിന് കോർണർ ഫ്രീക്വൻസി ഉണ്ട്. ഇതവിടെ j omega ഇവിടെ 2 ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കോർണർ ഫ്രീക്വൻസി ഒമേഗ c is equal to 1/2 എന്നാണ്, which is equal to 0.5. ഇനി അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കാണുകയെന്ന് വെച്ചാൽ ഈ j omega പൊസിഷൻ നോക്കിയിട്ടാണ്. j omega സ്ലോപ്പ് പറഞ്ഞാൽ 20 ആണ്. ഇവിടെ ഡിനോമിനേറ്ററിലാണ് j omega ഇരിക്കുന്നത്, അപ്പോൾ -20 ആണ്. അതുപോലെ ഇവിടെയും ഡിനോമിനേറ്ററിലാണ് j omega ഉള്ളത്, അപ്പോൾ ഇവിടെയും -20 തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി ചേഞ്ച് ഇൻ സ്ലോപ്പ് പറഞ്ഞാൽ -20 അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? ചേഞ്ച് ഇൻ സ്ലോപ്പ് -40 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഫ്രീക്വൻസീസ് നമ്മൾ അസ്യൂം ചെയ്യണം. ഒരു ലോവർ ഫ്രീക്വൻസിയും ഒരു ഹയർ ഫ്രീക്വൻസിയും. ലോവർ ഫ്രീക്വൻസി നമ്മുടെ കോർണർ ഫ്രീക്വൻസിനേക്കാളും ചെറുതായിരിക്കണം, അതുപോലെ ഹയർ ഫ്രീക്വൻസി നമ്മുടെ കോർണർ ഫ്രീക്വൻസിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ ചൂസ് ലോവർ ഫ്രീക്വൻസി ഒമേഗ എൽ ഈസ് ഈക്വൽ ടു നമ്മുടെ കോർണർ ഫ്രീക്വൻസി 0.5 ആണ്, അതിനേക്കാളും കുറവായത് നമ്മളൊരു 0.1 എടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഒമേഗ സി കോർണർ ഫ്രീക്വൻസി 0.5, അതുപോലെ ഹയർ ഫ്രീക്വൻസി ഒമേഗ എച്ചിന് നമ്മളൊരു 10 എടുത്തു. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് റാഡ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസിയുടെ. ഓക്കെ, ഇനി നമുക്ക് 3 ഗെയിനാണ് കാണാനുള്ളത്. ഗെയിൻ ഫസ്റ്റത്തെ A1ൻ്റെ ഇക്വേഷൻ 20 log മോഡുലസ് ഓഫ് ഫസ്റ്റ് ടേം ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5/j omega. ഇതിൽ A1ൽ നമ്മൾ ഒമേഗ എല്ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ j omega-ക്ക് 0.1 ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ
ഫസ്റ്റത്തെ ടേം എന്ത് കിട്ടും? 20 log 5/0.1 കിട്ടും. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 34 dB എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് A2 ആണ് കാണേണ്ടത്. A1നും A2നും സെയിം ഇക്വേഷനാണ്, പക്ഷേ അവിടെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ഫ്രീക്വൻസി വേറെയാണ്. A1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ലോവർ ഫ്രീക്വൻസിയാണ്, A2ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് കോർണർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ A2ൻ്റെ ഇക്വേഷൻ 20 log മോഡുലസ് ഓഫ് 5/j⍵. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കോർണർ ഫ്രീക്വൻസി. അപ്പോൾ 20 log 5/0.5. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 20 dB കിട്ടും. ഓക്കെ, ഇനി A3യുടെ ഇക്വേഷൻ കുറച്ചുകൂടിയും വ്യത്യാസമുണ്ട്. A3യുടെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ കിട്ടിയ ചേഞ്ച് ഇൻ സ്ലോപ്പ് ഇല്ലേ, -40, അതാണ് യൂസ് ചെയ്യുന്നത്. A3 = ചേഞ്ച് ഇൻ സ്ലോപ്പ് ഇൻറ്റു log ω/ωc പ്ലസ് അതിന് തൊട്ട് മുൻപ് കിട്ടിയ ഗെയിന് A2. ഇതാണ് A3യുടെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ ഇതൊക്കെ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് -40 ഇൻറ്റു log ω/10. കോർണർ ഫ്രീക്വൻസി നമ്മുടെ 5 ആണ്, 0.5 പ്ലസ് നമുക്ക് മുമ്പ് കിട്ടിയ ഗെയിന് 20 dB, അതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുക -32 dB ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടി. A1 കിട്ടി, അതുപോലെ തന്നെ A2 കിട്ടി, A3 കിട്ടി. ഈ 3ഉം നമ്മൾ സെമി ലോഗ് ഷീറ്റിൽ നമ്മൾ അടയാളപ്പെടുത്തണം. അതിനു മുമ്പ് നമുക്ക് ഫേസ് പ്ലോട്ട് വരയ്ക്കാനുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ഫേസ് പ്ലോട്ട് വരയ്ക്കാനായിട്ട് ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഈ ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് ഫേസ് പ്ലോട്ടിലേക്കുള്ള ഇക്വേഷൻ ഉണ്ടാക്കാൻ നോക്കാം. j⍵ നമ്മൾ 90 എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ 1 + 2j⍵, അതായത് റിയൽ പ്ലസ് ഇമാജിനറി പാർട്ട്, ഇങ്ങനെ ഒരു ഫോമിൽ കൊടുക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ tan −1 b/a ആണ്. പിന്നെ നമ്മൾ ഈ 2 ടേംസും ഡിനോമിനേറ്ററിലാണ് കൊടുക്കുന്നത്. നമ്മൾ ഇക്വേഷൻ എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിൽ കൊടുക്കുന്നതുകൊണ്ട് ഈ 2 ടേംസിനെയും കൂടെ ഇത് ന്യൂമറേറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് മൈനസ് കൊടുക്കണം. ഓക്കെ, j⍵ ഞാൻ 90 കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ വരുമ്പോൾ -90 മൈനസ് tan −1 b/a. അത് അപ്പോൾ ഇതിൽ വരുമ്പോൾ tan −1 2ω എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഫേസ് പ്ലോട്ടിലേക്കുള്ള ഇക്വേഷൻ phi is equal to -90 മൈനസ് tan −1 2ω എന്ന് കിട്ടും. ഇത് നമ്മൾ മുമ്പത്തെ സെമ്മിൽ LCS പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കോളും. സോ ഇനി അടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കണം. ഫസ്റ്റ് ഞാനിവിടെ ഫ്രീക്വൻസി ഒമേഗയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ടേം പറഞ്ഞാൽ ഫൈ ആണ്. നമ്മൾ ലോവർ ഫ്രീക്വൻസിൻ്റെയും ഹയർ ഫ്രീക്വൻസിൻ്റെ ഇടയിൽ റാൻഡം ആയിട്ട് കുറച്ച് വാല്യൂസ് കൊടുത്തിരിക്കുകയാണ്. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് നമ്മൾ 0.1 ഈ ഒമേഗയ്ക്ക് വരാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഫൈയുടെ വാല്യൂ കിട്ടുന്നതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കണം. അതുപോലെ 0.5 ഒമേഗയ്ക്ക് വരാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കണം. അങ്ങനെ ടോട്ടലായിട്ട് ഈ കോളം ഈ ടേബിൾ ഫില്ല് ചെയ്യാം. ഞാൻ അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഫേസ് പ്ലോട്ട് വരയ്ക്കാനുള്ള പോയിന്റ്സും കിട്ടി. അതുപോലെ മാഗ്നിറ്റ്യൂഡും പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് A1, A2യുടെ വാല്യൂ, A3യുടെ വാല്യൂ ഒക്കെ കിട്ടി. ഇനി മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും നമുക്ക് സെമി ലോഗ് ഷീറ്റിലേക്ക് വരയ്ക്കാം. ഇതാണ് ഒരു സെമി ലോഗ് ഷീറ്റ്. സെമി ലോഗ് ഷീറ്റിൽ വരയ്ക്കാൻ ഒട്ടും പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണ്. സെമി ലോഗ് ഷീറ്റിൽ ഈ എക്സ് ആക്സിസിൽ നമ്മൾ ബോർഡർ പ്ലോട്ട് ആണെങ്കിൽ ഇവിടെ വരയ്ക്കാൻ പോകുന്നത് നമ്മൾ ഫ്രീക്വൻസി ഒമേഗയാണ്. ഓക്കെ, ഈ ആക്സിസ് പറഞ്ഞാൽ നമ്മളിവിടെ ഒമേഗയാണ് കൊടുക്കുക ബോർഡർ പ്ലോട്ടിൽ. ഓക്കെ, പിന്നെ നമ്മൾ ഇതാ ഈ സൈഡിൽ നമ്മൾ കൊടുക്കുന്നത് ഗെയിനാണ്, A ആണ്, ഗെയിൻ ഇൻ dB. അതുപോലെ ഈ സൈഡിൽ നമ്മൾ ഫൈ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിസിൻ്റെ ഈ ഫസ്റ്റത്തെ പോയിന്റ് ഉണ്ടല്ലോ, അത് 0.1 ആണ്. ഈ പോയിന്റ് 1 × 10 ആണ് അടുത്ത ഈ പോയിന്റ്, അതായത് 1. ഈ 1 × 10 ആണ് അടുത്ത പോയിന്റ് 10, 10 × 10 അടുത്ത പോയിന്റ് 100. ഇങ്ങനെയാണ് എക്സ് ആക്സിസിന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, വൈ ആക്സിസിന് നമ്മൾ നോർമൽ ഗ്രാഫിന് കൊടുക്കുന്ന പോലെ വാല്യൂസ് കൊടുക്കാം. ഇപ്പോൾ 0 ഇവിടെ ആണെങ്കിൽ ഇവിടെ 5, 10, 15 അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇവിടെ -5, -10, -15 അങ്ങനെ നമ്മൾ നോർമൽ ഗ്രാഫിൽ കൊടുക്കുന്ന പോലെ കൊടുക്കാം. പിന്നെ ഇതിൽ വാല്യൂസ് പ്ലോട്ട് ചെയ്യാൻ നോക്കിക്കോ. അപ്പോൾ നമുക്കൊരു 0.2 എന്ന വാല്യൂ ആണ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 0.1 ആണല്ലോ. അപ്പോൾ 0.1ൻ്റെയും 1ൻ്റെ ഇടയിൽ നമ്മുടെ 2 എവിടെയാണ് നോക്കാം. 2 ഇവിടെയാണ്. 2 താഴേക്ക് വരയ്ക്കാം. ഇതിൻ്റെ താഴേക്ക് വരയ്ക്കുമ്പോൾ ഈ 0.1ൻ്റെ ഇവിടെ ആയിട്ട് എവിടെയെങ്കിലും കിട്ടും. ആ പോയിൻ്റാണ് 0.2.
നമ്മൾ 3 ആണ് വേണ്ടെങ്കിൽ 1-ന്റെയും 10-ന്റെയും ഇടയിലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 3 എവിടെ നോക്കുക, കറസ്പോണ്ടിങ് താഴേക്ക് വരച്ചു കൊടുക്കുക. അതിവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് 3. അതുപോലെ 5 ആണ് കിട്ടണമെന്ന് വിചാരിച്ചോ. 5 കിട്ടാൻ 5 അല്ല, ഇപ്പോൾ 20 ഒക്കെ കിട്ടണമെങ്കിൽ 10-ന്റെയും 100-ന്റെയും ഇടയിലുള്ള ബോക്സിൻ്റെ മുകളിലുള്ള 2 എവിടെയാ 2 താഴേക്ക് വരയ്ക്കുക. അതവിടെയാണ് 20 കിട്ടുക. ഓക്കെ, പിന്നെ അപ്പോൾ എക്സ് ആക്സിസിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം സെമി ലോഗ് ഷീറ്റിൽ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ഇനി നമുക്ക് കിട്ടിയ വാല്യൂസ് വെച്ചിട്ട് ഇതിലെങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാം. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ A1 34 dB ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ A2 എന്ന് പറഞ്ഞാൽ 20 dB, A3 പറഞ്ഞാൽ -32 dB. അതായത് -32 അതുപോലെ തന്നെ +34 അതിൻ്റെ ഇടയിൽ വേണം നമ്മൾ Y ആക്സിസിൽ നമ്മൾക്ക് വാല്യൂസ് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഞാൻ 0 ഇട്ടെടുത്തു. ഇവിടെ 0 ഇട്ടെടുത്തു. പിന്നെ ഞാൻ 1 പോയിന്റ് = 2 സെൻറ്റിമീറ്റർ അങ്ങനെ എടുക്കണമുണ്ട്. 2 4 6 8 10. അപ്പോൾ ഈ പോയിന്റ് പറഞ്ഞാൽ എനിക്ക് 10 കിട്ടും. ഈ പോയിന്റ് 20 2 4 6 8 10. ഈ പോയിന്റ് 30 2 4 6 8 10 30. ഈ പോയിന്റ് 40 കിട്ടി. അതേപോലെ തന്നെ ഞാൻ താഴെയും പ്ലോട്ട് ചെയ്യാണ്. -10 -20 -30 -40 ഇങ്ങനെയാണ് പോയിന്റ്സ് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഫസ്റ്റത്തെ A1 നോക്കാം. ഓക്കെ, A1 പറഞ്ഞാൽ A1ൽ നമ്മൾ ജയോമേഗയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി 0.1 ആണ്. അപ്പോൾ ഈ 0.1 ഫ്രീക്വൻസിയിൽ നമുക്ക് 34 dB കിട്ടിയിരിക്കുന്നത്. ഇത് വേണം നമുക്ക് സെമി ലോഗ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്യാൻ. ഓക്കെ, 0.1 ഇതാ ഇവിടെ വരും. ഇതിൻ്റെ നേരെ 34 എവിടെയാണ് നോക്കുക, എവിടെയായിട്ടാണ് വരാം. ഇത് 30 വന്നു, 32 34 ഇതാ ഇവിടെയാണ് 34 വരിക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എടുക്കാം. അതായത് A2 പറഞ്ഞാൽ നമ്മൾ ജയോമേഗയ്ക്ക് 0.5 ആണ് കൊടുത്തിരുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി 0.5 ആണ്. ഈ 0.5ൽ നമുക്ക് 20 dB ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 0.5ൽ 20 dB എങ്ങനെ അടയാളപ്പെടുത്താൻ നോക്കാം. ഓക്കെ, അത് കണ്ടി ഇതാ 0.1 കണ്ടില്ലേ. ഇനി ഇവിടെ 5 ഉണ്ടാവും. ഈ 5 താഴേക്ക് വരച്ചിട്ട് കിട്ടുന്നതാണ് 0.5. ഓക്കെ, ഏകദേശം ഈ ലൈനാണ്. അത് 0.5. അത് ഇനി 20ൽ എവിടെ മുട്ടണ നോക്കാം. അതവിടെ ആ പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് A3 എന്ന് വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്തിരുന്ന ഫ്രീക്വൻസി ωh 10 ആണ്. 10ൽ -32. ഇനി അത് പ്ലോട്ട് ചെയ്യാം. 10 ഇതാണ്, 10ൻ്റെ ഇവിടെ -32 ഇവിടെ വരും പോയിന്റ്. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. ഫ്രീ ഹാൻഡ് അല്ല. നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എപ്പോഴും സ്കെയിൽ യൂസ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ഞാനിപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ പോവാം. ഈ 3 പോയിന്റ്സും ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചെറുതായി കീറി. ഞാൻ വേറൊരു പേജ് അപ്പോൾ എടുത്തോളാം. ഇനി നമുക്ക് ഫേസ് പ്ലോട്ടും കൂടി ഇതേ ഇതിൽ വരയ്ക്കാം. ഫേസ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 5ന് വാല്യൂസ് കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, -101 -135 -153 -174 -177 ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസിൽ മാക്സിമം ഇപ്പോൾ ഒരു -180 വേണം. അതുപോലെ മിനിമം ഒരു -100 വേണം. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് നമുക്കിവിടെ വാല്യൂസ് കൊടുക്കാം. മാക്സിമം ഇവിടെ ഞാനിവിടെ ഒരു -180 -170 -160 -150 -140 -130 -130 -120 -110 -100. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെയും കൊടുത്തു. ഇനി ഫ്രീക്വൻസി നോക്കിക്കോളൂ. 0.1ൽ -101. ഓക്കെ, 0.1 ഇവിടെയാണ്. ഇവിടെ 101 ആണ് വരിക. കാണില്ല, ഒരു സെക്കൻഡ്. 0.1ൽ 101 വരണം. 0.1 ഇവിടെ ഇത് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് വരയ്ക്കുക. നിങ്ങൾക്ക്
കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ. പിന്നെ -101 എനിക്കിവിടെ കിട്ടും. നിങ്ങൾ പ്ലോട്ട് ചെയ്യാൻ അറിയണമല്ലേ, അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി വരച്ചാൽ മതി. ഇത് കാണാത്തതുകൊണ്ട്, ഇത് വലിയ ഷീറ്റ് ആയതുകൊണ്ട് എനിക്ക് ക്യാമറയിൽ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. ഇനി അടുത്തത് 0.5 -135. ഓക്കെ, 0.5 ഏകദേശം ഇതാ ഈ ഒരു മാതിരിയാണ്. ഇതിൽ -135 എന്ന് പറഞ്ഞാൽ ഇതവിടെ വരും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് 1ൽ -152. 1 പറഞ്ഞാൽ ഇതാ ഈ ഒരു ലൈനാണ്. -153 ഇത് ഇവിടെ വരും. ഇതാണ് അടുത്ത പോയിന്റ്. 5ൽ -174. 5 ഇതാണ് 5 വരെ. ഇവിടെ -174. അത് ഇവിടെയാണ് അടുത്ത പോയിന്റ് വരിക. ശരിക്കും ഇങ്ങനെ വരച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. 10ൽ -177. 10 ഇതാണ് 10 -177. അപ്പോൾ ഏകദേശം ഇതാ ഇവിടെ കിട്ടും പോയിന്റ്. ഇനി നമ്മൾ ഫേസ് പ്ലോട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ്, അതായത് കൈ കൊണ്ട് സ്കെയിലൊന്നും യൂസ് ചെയ്യാണ്ട് വേണം വരയ്ക്കാൻ. നിങ്ങൾ പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക കേട്ടോ. നമുക്ക് കാണാനുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് പെൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൻ്റെ മുകളിൽ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്ന് എഴുതുകയാണ്. അതുപോലെ തന്നെ ഫേസ് പ്ലോട്ടിൻ്റെ മുകളിൽ ഫേസ് പ്ലോട്ട് എന്ന് എഴുതുകയാണ്. നമ്മളിപ്പോൾ ബോർഡർ പ്ലോട്ട് വരച്ച് കഴിഞ്ഞു, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ തേർഡ് സ്റ്റെപ്പ് നോക്കാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ ഫേസ് മാർജിൻ ഓഫ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഫേസ് മാർജിൻ കണ്ടുപിടിക്കാം. നമ്മൾ ആ ഫേസ് മാർജിൻ നമ്മുടെ റിക്വയർഡ് ഫേസ് മാർജിനോട് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അതായത് ഇവിടെ റിക്വയർഡ് ഫേസ് മാർജിൻ 40 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ഇനി ഫേസ് മാർജിൻ കണ്ടുപിടിക്കാൻ പോവാം. അതിനോട് ഇപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഫേസ് മാർജിൻ 40 ഡിഗ്രിക്ക് മുകളിലോ അല്ലെങ്കിൽ 40 ഡിഗ്രി അല്ലെങ്കിൽ നമുക്ക് എന്തായാലും കോമ്പൻസേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഫേസ് മാർജിൻ കണ്ടുപിടിക്കാമെന്ന് ആദ്യം നോക്കാം. ഫേസ് മാർജിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഗാമ ഈസ് ഈക്വൽ ടു 180 + 5GC ആണ്. ഓക്കെ, ഇനി എങ്ങനെ 5GC കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് 0ൽ നിന്ന് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, 0ൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിലേക്ക് ലൈൻ വരച്ചു. എന്നിട്ട് അത് നേരെ താഴോട്ട് വരയ്ക്കാം. ഈ ലൈൻ നേരെ താഴോട്ട് വരയ്ക്കാം. ഓക്കെ, വരച്ചു. ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇത് 1.5 ആണ്. ഇതാണ് ω/GC. ഇത് നേരെ താഴോട്ട് മുട്ടുന്ന ഈ പോയിന്റ് 1.5 ആണ്. ഇത് ω/GC ആണ്. ഓക്കെ, നമ്മളിപ്പോൾ വരച്ച ഈ ലൈന് നമ്മുടെ ഫേസ് പ്ലോട്ടിനോട് മുട്ടുന്നുണ്ടല്ലോ, ആ പോയിന്റിൻ്റെ 5 വാല്യൂ കാണാം, ആംഗിൾ വാല്യൂ കാണാം. സോ ഇവിടെ നിന്ന് നമ്മൾ നേരൊരു വര വരയ്ക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് -162 ആണ്. ഇതാണ് നമ്മുടെ 5GC. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ 5GC കിട്ടി. 5GC കിട്ടാൻ വേണ്ടി ചെയ്തത് 0ൽ നിന്ന് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിലേക്ക് വരച്ചു. ആ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ നിന്ന് നേരെ താഴോട്ട് വരച്ചു. അപ്പോൾ കിട്ടുന്ന ഈ വാല്യൂ ω/GC. ഇവിടെ ഈ ലൈന് ഫേസ് പ്ലോട്ടിനോട് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൻ്റെ 5 വാല്യൂ ഉണ്ടല്ലോ, ഇതാണ് 5GC. ഓക്കെ, നമ്മളപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മുടെ 5GC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 180
മൈനസ് 162. അപ്പോൾ നമുക്ക് 18 എന്നാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് സിസ്റ്റം റിക്വയർസ് ഫേസ് മാർജിൻ ഓഫ് 40 ഡിഗ്രിയാണ്, ബട്ട് അവൈലബിൾ ഈസ് 18 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളിവിടെ ലാഗ് കോമ്പൻസേറ്റർ ആഡ് ടു ഇംപ്രൂവ് ഫേസ് മാർജിൻ. നമ്മൾ ലാഗ് കോമ്പൻസേറ്റർ ആഡ് ചെയ്തിട്ട് ഫേസ് മാർജിൻ കൂട്ടാൻ പോകണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്റ്റെപ്പ് 4. ചൂസ് എ സ്യൂട്ടബിൾ വാല്യൂ ഫോർ ദ ഫേസ് മാർജിൻ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഗാമ എൻ ഈസിക്കൽ ടു ഗാമ ഡി പ്ലസ് എപ്സിലോൺ. ഗാമ ഡി എന്ന് വെച്ചാൽ ഡിസൈഡ് ഫേസ് മാർജിൻ, അത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് 40 ഡിഗ്രിയാണ്. പിന്നെ ഗാമ എൻ എന്ന് പറഞ്ഞാൽ ഫേസ് മാർജിൻ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം. ഇവിടെ എപ്സിലോൺ എന്ന് വെച്ചാൽ അഡീഷണൽ ലാഗാണ്. നമ്മൾ ഇനീഷ്യലി എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 5 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമ എൻ ഈസിക്കൽ ടു ഗാമ ഡി നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് 40 ആണ്. എപ്സിലോണ് നമ്മൾ തുടക്കത്തിൽ 5 ഡിഗ്രി വെച്ചിട്ടാണ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഗാമ എൻ ഈസിക്കൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടി. ഇതാണ് സ്റ്റെപ്പ് 4. ഇനി നമുക്ക് സ്റ്റെപ്പ് 5 ചെയ്യാം. സ്റ്റെപ്പ് 5 പറയുന്നത് ഡിറ്റർമിൻ ന്യൂ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. ദ ന്യൂ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഇസ് ദ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു എ ഫേസ് മാർജിൻ ഓഫ് ഗാമ എൻ ഓൺ ദ ബോർഡർ പ്ലോട്ട് ഓഫ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം. ഇതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ഒമേഗ GCN ആണ്. ഒമേഗ GCN കാണണമെങ്കിൽ നമുക്ക് 5 GCN എന്താണെന്ന് കാണാം. അപ്പോൾ 5 GCN നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. 5 GCN ഈക്വൽ ടു ഗാമ എൻ മൈനസ് 180 ആണ്. അതായത് ഗാമ എൻ നമുക്ക് നേരത്തെ ഇവിടെ നമുക്ക് 45 കിട്ടി. 45 മൈനസ് 180, 45 മൈനസ് 180 മൈനസ് 135 കിട്ടി. അടുത്ത ഈ 135 മൈനസ് 135നെ നമ്മൾ ഈ 5യുടെ ഇവിടെ നമ്മൾ മൈനസ് 135 എടുത്തു. ഏകദേശം ഇവിടുന്ന് വരും. ഇവിടുന്ന് നമ്മൾ ഇതിനെ ഫേസ് പ്ലോട്ടിലേക്കും മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിലേക്കും ജോയിൻ ചെയ്യിക്കുകയാണ്. മൈനസ് 135നെ ഈ ലൈന് നേരെ നമ്മുടെ ഫേസ് പ്ലോട്ടിൽ എവിടെയാണ് മുട്ടണമെന്ന് നോക്കാം. അവിടെ നിന്ന് താഴോട്ടും വരയ്ക്കാം, പിന്നെ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിലേക്കും വരയ്ക്കാം. ഞാൻ താഴോട്ട് വരച്ചിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിലേക്ക് വരച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിനോട് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഗെയിൻ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 20 dB ആണ് കിട്ടിയിരിക്കുന്നത്. 20 dB ആണ് കിട്ടിയിരിക്കുന്നത്. ആ വാല്യൂ ആണ് AGCN. ഓക്കെ, ഇത് ഫേസ് പ്ലോട്ടിനോട് യോജിപ്പിച്ചിട്ട് മൈനസ് 135 ഫേസ് പ്ലോട്ടിനോട് എവിടെയാണ് മുട്ടണത് അതിന് താഴെയുള്ള ഫ്രീക്വൻസിയാണ് ഒമേഗ GCN. അങ്ങനെ നമുക്കിപ്പോൾ ഒമേഗ GCN കിട്ടി. അതുപോലെ AGCN കിട്ടി. ഒമേഗ GCN ഈക്വൽ ടു 0.5 ആൻഡ് AGCN ഈസ് ഈക്വൽ ടു 20 dB. ഇത് രണ്ടും കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം, സ്റ്റെപ്പ് 6. സ്റ്റെപ്പ് 6 പറഞ്ഞാൽ ഡിറ്റർമിൻ ദ പാരാമീറ്റർ ബീറ്റ. ബീറ്റ എന്നുള്ള പാരാമീറ്റർ കണ്ടുപിടിക്കലാണ് സ്റ്റെപ്പ് 6. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് AGCN ഈസ് ഈക്വൽ ടു 20 log ബീറ്റ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ബീറ്റ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഈ 20നെ അങ്ങോട്ട് കൊണ്ടുവന്നു. AGCN by 20 ഈസ് ഈക്വൽ ടു log ബീറ്റ. സോ ബീറ്റ ഈസ് ഈക്വൽ ടു 10 raised to AGCN by 20 ആ. ഇപ്പം നമുക്ക് നേരത്തെ നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് AGCN എത്രയാണ് നമുക്ക് 20 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബീറ്റ ഈസ് ഈക്വൽ ടു 10 raised to 20 by 20 വിച്ച് ഈസ് ഈക്വൽ ടു 10 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ബീറ്റ കിട്ടി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ ആണ്. ലാഗ് കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ GC of S ഈസ് ഈക്വൽ ടു S plus 1/T ഡിവൈഡ് ബൈ S plus 1/βT എന്നാണ്. നമുക്കിതിൽ ബീറ്റ കിട്ടി. ഇനി നമുക്ക് T ആണ് കിട്ടാനുള്ളത്. T കിട്ടാനൊരു ഇക്വേഷൻ ഉണ്ട്. T ഈസ് ഈക്വൽ ടു 10/ഒമേഗ GCN ആണ്. ഓക്കെ, ഒമേഗ GCN നമുക്ക് നേരത്തെ 0.5 കിട്ടി. ഓക്കെ, 10/0.5 വിച്ച് ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ ഈ ഇക്വേഷനിൽ. അപ്പോൾ GC of S ഈക്വൽ ടു S plus 1/T ഡിവൈഡ് ബൈ S plus 1/βT എങ്ങനെയാവും? ഇതിനെ ഇവിടെ ഒന്ന് LC എടുക്കാം. ST plus 1 all divided by T. ഇവിടെ SβT plus 1 all divided by βT. ഓക്കെ, അപ്പോൾ ഈ ടിയും പോവും. ഈ ബീറ്റാനെ മോളിക്കൊടുന്ന ബീറ്റ ഇൻറ്റു 1 plus ST ഡിവൈഡ് ബൈ 1 plus SβT 1 plus SβT ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിയുടെ വാല്യൂ ബീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 10 ആണ്. 10 ഈസ് ഇൻറ്റു 1 plus 20s ഡിവൈഡഡ് ബൈ 1 plus S ഇൻറ്റു ബീറ്റ, അതായത് 10 ഇൻറ്റു 20 വിച്ച് ഈസ് ഈക്വൽ ടു 200s എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് 8 എന്താണെന്ന് നോക്കാം.
സ്റ്റെപ്പ് 8 പറഞ്ഞാൽ ഡിറ്റർമിൻ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജനറൽ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. നമ്മൾ ഇൻപുട്ട് ഒരു ആഡറിൽ കൊടുത്തു. പിന്നെ ഫസ്റ്റ് ബ്ലോക്ക് 1/β, അടുത്ത ബ്ലോക്ക് ബീറ്റ ഇൻറ്റു 1+st ഡിവൈഡ് ബൈ 1+sβt. അടുത്ത ബ്ലോക്ക് നമ്മുടെ g(s). ഓക്കെ, ഇവിടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് പോകുന്നുണ്ട് ഇങ്ങോട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബീറ്റയുടെ വാല്യൂ പിന്നെ ഈ ടിയുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, g(s) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 1/β അതായത് 1/10 കിട്ടും ഇൻറ്റു 10 ഇൻറ്റു 1+20s നമുക്ക് നേരത്തെ കിട്ടിയതാണ് 1+200s. നമ്മുടെ g(s) 5/s ഇൻറ്റു 1+2s ഓൾറെഡി കിട്ടിയതാണ്. നമുക്ക് ഇതിനോട് ചോദിച്ചിരിക്കുന്നത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1/β ഇൻറ്റു β ഇൻറ്റു 1+st ബൈ 1+sβt ഇൻറ്റു g(s) ആണ്. അപ്പോൾ ഈ കേസിൽ എങ്ങനെ വരും? g(s) ഈക്വൽ ടു 1/10 ഇൻറ്റു 10 ഇൻറ്റു 1+20s ഡിവൈഡ് ബൈ 1+200s ഇൻറ്റു 5/s ഇൻറ്റു 1+2s. ഓക്കെ, ഈ 10ഉം ഈ 10ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബാക്കി ഉണ്ടാകുന്നത് 5 ഇൻറ്റു 1+20s ഡിവൈഡഡ് ബൈ s ഇൻറ്റു 1+200s ഇൻറ്റു 1+2s എന്ന് കിട്ടും. ഈ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ് 8 ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സ്റ്റെപ്പ് 9 എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 9 നമുക്ക് ചെയ്യാനുള്ളത് ഡിറ്റർമിൻ ആക്ച്വൽ ഫേസ് മാർജിൻ ഓഫ് കോമ്പൻസേറ്റഡ് സിസ്റ്റം. ആക്ച്വൽ ഫേസ് മാർജിൻ കാണാനുള്ള ഇക്വേഷൻ Γ(O) ഈക്വൽ ടു 180 + 5GCO എന്നാണ്. പക്ഷേ കറൻ്റ്ലി നമ്മുടെ കയ്യിൽ 5GCO എന്താണെന്നില്ല. സോ നമുക്ക് ഇനി 5GCO കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ സ്റ്റെപ്പ് 8 കിട്ടിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 8 കിട്ടിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ g(s) is equal to 5 into 1+20s divided by s into 1+200s into 1+2s. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് എഴുതിയെടുക്കാം. g(s) equal to 5 into 1+20s divided by s into 1+200s into 1+2s. സോ ഞാനിവിടെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി ലെറ്റസ് പുട്ട് s is equal to j⍵. അപ്പോൾ നമുക്ക് g(j⍵) equal to 5 into 1+20j⍵ divided by j⍵ into 1+200j⍵ into 1+2j⍵ എന്നിങ്ങനെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനിൽ നിന്നും 5 എഴുതാണ്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ 5യുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് ഞാൻ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1/j⍵ ന്യൂമറേറ്ററിൽ നോക്കാം. ന്യൂമറേറ്ററിൽ ഒരു j⍵ ടേം ഉണ്ട്, റിയൽ പ്ലസ് ഇമാജിനറി പാർട്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ tan ഇൻവേഴ്സ് b/a ഫോമിൽ ഇങ്ങോട്ട് എഴുതാം. tan ഇൻവേഴ്സ് 20ω എന്ന് കിട്ടും ഈ വാല്യൂ. പിന്നെ ഈ 1/j⍵ -90, അതുപോലെ 1+200j⍵ മൈനസ് tan ഇൻവേഴ്സ് 200ω, അതുപോലെ 1+2j⍵ മൈനസ് tan ഇൻവേഴ്സ് 2ω ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് 5GCO ആണ്. സോ 5GCO കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒമേഗയ്ക്ക് ω/GCN സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫ്രം ദിസ് ഗ്രാഫ് നമുക്ക് ω/GCN കാണാം. ω/GCN 0.5 ആണ്. സോ നമ്മളിവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 5GCO ഈക്വൽ ടു tan ഇൻവേഴ്സ് 20 into 0.5 minus 90 minus tan inverse 200 into 0.5 minus tan inverse 2 into 0.5. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -140 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഗാമോയുടെ ഇക്വേഷനിൽ 5GCO -140 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ Γ(O) ഈക്വൽ ടു 180 + 5GCO ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന 5GCO -140, അപ്പോൾ 180 - 140 ചെയ്തു. സോ വി ഗെറ്റ് 40 ഡിഗ്രി. സോ ഇനി നമ്മൾ ഈ പ്രൊസീജിയറിൽ പറഞ്ഞ പോലെ നമ്മൾ ചെക്ക് ചെയ്യുക. ഇഫ് ദ ആക്ച്വൽ ഫേസ് മാർജിൻ ഓഫ് സാറ്റിസ്ഫൈസ് ദ ഗിവൻ സ്പെസിഫിക്കേഷൻ ദ ഡിസൈൻ ഈസ് ആക്സെപ്റ്റഡ്. നമ്മുടെ ഡിസൈഡ് ഫേസ് മാർജിൻ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ്. ഇപ്പോൾ നമുക്ക് ആക്ച്വൽ ഫേസ് മാർജിൻ കിട്ടിയിരിക്കുന്നതും 40 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമ്മുടെ ഡിസൈൻ ആക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ അഥവാ ഇപ്പോൾ അത് 40 ഡിഗ്രി എത്തിയില്ല, അതിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും
സ്റ്റെപ്പ് 4 മുതൽ വീണ്ടും ചെയ്യണം സ്റ്റെപ്പ് 9 വരെ വിത്ത് നമ്മൾ ഗാമ ഗാമ ഡി പ്ലസ് എപ്സിലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ എപ്സിലോണിന് ഒരു 5 ഡിഗ്രി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം വീണ്ടും 4 to 9 വരെയുള്ള സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. അതാണ് ഈ പ്രൊസീജിയറിൽ പറയണത്. സോ ഇവിടെ നമ്മുടെ ഡിസൈന് ആക്സെപ്റ്റബിൾ ആണ്. സോ നമ്മൾ എഴുതി വയ്ക്കുക, ദ ആക്ച്വൽ ഫേസ് മാർജിൻ of the compensated system satisfies the requirement, hence the design is acceptable. സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ പ്രോബ്ലം തീർന്നു. യൂഷ്വലി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നാഗൂർക്കനിയുടെ അഡ്വാൻസ്ഡ് കൺട്രോൾസ് തിയറി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ആണ് വരിക. സോ അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ലാഗ് കോമ്പൻസേറ്ററിനുമായിട്ട് ബോർഡേ പ്ലോട്ട് വെച്ചിട്ട് ചെയ്യാൻ ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇതും ഇതുപോലെ സിമിലർ ആയിട്ടാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. സോ നിങ്ങൾ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈബ്രറി പോയി എടുത്തിട്ട് ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കൂടി എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. സിമ്പിളാണ്, നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലായിക്കോളും. സോ ലാഗ് കോമ്പൻസേറ്ററിൻ്റെ 3 കാര്യങ്ങൾ, റിയലൈസേഷൻ, ഫ്രീക്വൻസി റെസ്പോൺസ്, പ്രോബ്ലം വിത്ത് പ്രൊസീജിയർ, ഇത് 3 കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.